അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം ആയത്തുൽ കുർസി ഭാഗം 4. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്. ലഹു അവനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്, മാഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളതും, വമാഫിൽ അർള് ഭൂമിയിലുള്ളതും. മനുഷ്യന് ഏറെ പരിചയമുള്ള രണ്ടെണ്ണമാണ് ആകാശവും ഭൂമിയും. അവ രണ്ടിലും എന്തെല്ലാമുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റേതാണ് എങ്കിൽ മനുഷ്യന് അറിയാത്ത, പരിചയമില്ലാത്ത, ആകാശഭൂമികളുടെ അത്ര വലിപ്പമില്ലാത്ത എല്ലാ വസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം ഉടമാവകാശം അള്ളാഹുവിന് തന്നെയാണ്. മനുഷ്യൻ പലതിൻ്റെയും ഉടമയാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അതെല്ലാം ആപേക്ഷികമാണ്, റിലേറ്റീവാണ്. ഒരാൾക്കൊരു വീടുണ്ടെങ്കിൽ അതിൻ്റെ സ്രഷ്ടാവ് അയാളല്ല, അതിൻ്റെ കൈവശാവകാശം മാത്രമേ അയാൾക്കുള്ളൂ. എന്നാൽ അള്ളാഹുവിനുള്ളത് ട്രൂ ഓണർഷിപ്പ് അഥവാ യഥാർത്ഥ ഉടമസ്ഥതയാണ്. കാരണം അവൻ അതിൻ്റെ സ്രഷ്ടാവ് കൂടിയാണ്, അതിൻ്റെ പരിപാലകനാണ്. അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്നതും അവന് തന്നെയാണ്. ലഹു ഒരു വാചകത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത് അള്ളാഹുവിന് മാത്രമാണ് ഉടമസ്ഥാവകാശം, മറ്റാർക്കുമില്ല എന്ന് സൂചിപ്പിക്കാനാണ്. ആകാശഭൂമികളിലെ സർവചരാചരങ്ങളും അള്ളാഹുവിൻ്റെ മാത്രം അധികാര പരിധിയിലാണ് എന്നതിനാൽ ആ അള്ളാഹുവിന് മാത്രമേ ഇബാദത്തും ചെയ്യാവൂ. ആരാണോ ഉടമസ്ഥൻ അവന് വേണ്ടിയാകണം ഇബാദത്ത് ചെയ്യേണ്ടത്. ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർള്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതായത് അവൻ സൃഷ്ടിച്ചത് കൊണ്ടാണ്. സൃഷ്ടിച്ചവനാരോ അവനാണ് ഉടമസ്ഥൻ, ഉടമസ്ഥനാരോ അവനാണ് അധികാരമുള്ളത്, അധികാരമുള്ളതാരോ അവനാണ് കൽപ്പിക്കേണ്ടത്. അതിനാൽ അള്ളാഹുവിന് സൃഷ്ടിപ്പുമുണ്ട്, കൽപ്പനാധികാരം, ശാസനാധികാരവുമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങളിലും വിധി തീർപ്പാക്കാനും നിയമങ്ങൾ നിശ്ചയിക്കാനുമുള്ള പൂർണ്ണ അധികാരം അള്ളാഹുവിനായത് അവൻ സ്രഷ്ടാവും പരിപാലകനും നിയന്ത്രകനും ആയതുകൊണ്ടാണ്. ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് ഓരോരുത്തരുടെയും വിജയം എന്നത്. ആകാശങ്ങളിൽ മാത്രമല്ല ഭൂമിയിലുള്ളതും അള്ളാഹുവിനാണ്. ഭൂമിയിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട്. അവൻ ആകാശങ്ങളിലിരുന്ന് അധികാരം വാഴുന്ന ഉപരിലോകത്തെ സ്രഷ്ടാവ് മാത്രമല്ല, ഭൂമിയിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന നിയന്ത്രകൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവെ മനസ്സിലാക്കുകയും അവൻ്റെ വിധികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. ശൂന്യതയിൽ നിന്ന് എന്ത് നിർമ്മിച്ചാലും ആ വസ്തു നിർമ്മാതാവിൻ്റേതാണ്. പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് പടച്ച അള്ളാഹുവിനാണ് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണമായ അധികാരവും നമ്മുടെ മേലുള്ള അധികാരവും അള്ളാഹുവിനാണ്. അത് അംഗീകരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഏക വഴി. അതോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന് വരുമ്പോൾ മനുഷ്യനും അള്ളാഹുവിൻ്റേതാണ്. ലഹു മാഫിസ് സമാവാത്തി. മാ എന്നത് ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും ബുദ്ധിയുള്ളവയെയും റേഷണൽ ബീയിങ്സിനെയും നോൺ റേഷണൽ ബീയിങ്സിനെയും എല്ലാം സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റേതാണ്, താനും അള്ളാഹുവിൻ്റേതാണ്, തനിക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങളും അള്ളാഹുവിൻ്റേതാണ്. അതിനാൽ എല്ലാം സഹോദരങ്ങളാണ് എന്ന ഒരു പ്രാപഞ്ചിക ഏകത്വ ബോധം, യൂണിറ്റി ഓഫ് ദ യൂണിവേഴ്സ് ഇതിലൂടെ പ്രതിഫലിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.